ആലോചിച്ച് നോക്കണം. നോട്ട് നിരോധിച്ചു. 2000 എങ്ങനെയാ പോയത്? പിടിച്ചു പറിക്കായിരുന്നു, നിരോധിച്ചില്ല. നമ്മൾ എങ്ങാനും 2000 ബാങ്ക് കൊടുത്താൽ പിന്നെ തിരിച്ചില്ല. 2000 നിരോധിച്ചോ? നിരോധിച്ചില്ല. 2000 നിങ്ങളുടെ കയ്യിലുണ്ടോ? ആരുടെ കയ്യിലുമില്ല. നമ്മളൊന്നും അറിയാതെ 2000 ഒലിച്ചങ്ങ് പോയി അല്ലേ? നോട്ട് നിരോധനത്തിൽ BJP ചെയ്ത പൊട്ടത്തരത്തിന് സമാനമായ മറ്റൊരു പൊട്ടത്തരമാണ് GST. രാഹുൽ ഗാന്ധി അന്ന് മുതൽ പറയാൻ തുടങ്ങി, ഇത് അശാസ്ത്രീയമാണ്, രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലു തകർക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അറിയുമോ സഖാക്കളെ, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയമാണ്. ആ GST കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ്, CPM സ്റ്റേറ്റ്, കേരളം മാത്രമാണ്. തോമസ് ഐസക് മാത്രമാണ് GST അനുകൂലിച്ചത്. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായ കത്തുകൾ എഴുതി അനുകൂലിച്ചുകൊണ്ട് അയാൾ നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിച്ചു. തമിഴ്നാട് എതിർത്തു, കർണാടക എതിർത്തു, എല്ലാവരും. കർണാടക എതിർത്തില്ല, കർണാടകയിൽ അന്ന് BJP ഗവൺമെന്റ് ആയിരുന്നു. തമിഴ്നാടടക്കം എല്ലാവരും എതിർത്തു, GST ന്യായീകരിച്ചു. രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞത് അത് അച്ചട്ടായി. GST പിൻവലിക്കേണ്ടി വന്നു കേന്ദ്രത്തിന്. GST പിൻവലിച്ചപ്പോ നിങ്ങൾ അനുഭവിച്ച സൗകര്യം എന്താ അറിയോ? നിങ്ങള് കാറുകൾക്ക് ഒരു ഫോർച്യൂൺ കാർ മുതൽ ഇന്നോവ കാർ മുതൽ ചെറിയ വണ്ടി വരെ 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് കുറഞ്ഞു. എന്നാൽ GST പിൻവലിക്കാൻ പാടില്ല എന്ന് പരസ്യ പോസ്റ്റ് ഇട്ടത് CPM ആണ്. തോമസ് ഐസക്കാണ്. മനുഷ്യന്റെ കയ്യിൽ നിന്ന് പണം പിടിഞ്ഞെടുക്കണം, അല്ലാതെ എങ്ങനെ ഭരിക്കുമെന്ന് ചോദിച്ചത് തോമസ് ഐസക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറെ ആരാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാല്ല. ഒരു CPM-കാരൻ GST പോലെ സെൻട്രൽ ഗവൺമെന്റ് മനുഷ്യനെ പച്ചക്ക് കൊള്ളയടിക്കുന്ന ഒരു നിലപാട് കൊണ്ടുവന്നപ്പോ ആ നിലപാട് നിർബന്ധിത സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് പിൻവലിക്കേണ്ടി വന്നപ്പോ അത് തെറ്റാണ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക പൊട്ടൻ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം.